അമേരിക്കയിലുള്ള ഹീറോയിൻ അവിടുന്ന് യൂറോപ്പിലുള്ളൊരു മഠത്തിലേക്ക് വരുന്നു. ആ മഠത്തിനകത്തേക്ക് കയറിയാൽ പുറത്തേക്ക് പോകാനേ കഴിയില്ലായിരുന്നു. അവിടെ എത്തിയ ഹീറോയിന് പല മിറാക്കിളും നടക്കും. ആ മഠത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റാത്തതാണോ, അതോ വെളിയിലേക്ക് വിടാത്തതാണോ, പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാകുക? പറഞ്ഞു വരുന്നത് 2024 ഇറങ്ങിയ ഇമാക്കുലേറ്റ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ഇറ്റലിയിലെ ഒരു കോൺവെന്റ് ആണ്. അവിടെ ഒരു കന്യാസ്ത്രീ അവളുടെ കാര്യങ്ങളെല്ലാം പായ്ക്ക് ചെയ്യുന്നതായി നമ്മളെ കാണിക്കും. ആ ടൈമിൽ അവളുടെ റൂമിൽ എഴുതി വെച്ച് എന്തോ ഒന്ന് അവൾ ഫോട്ടോ വെച്ച് മറയ്ക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. പിന്നീട് ആ കന്യാസ്ത്രീ അവിടുത്തെ സുപ്പീരിയറിൻ്റെ റൂമിലേക്ക് പോയി അവിടെയുള്ള ഗേറ്റിൻ്റെ താക്കോലെടുക്കും. കാരണം ആ കന്യാസ്ത്രീ ആ കോൺവെൻറ്റിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുകയായിരുന്നു. അങ്ങനെ താക്കോലുമൊക്കെ എടുത്തുകൊണ്ട് കന്യാസ്ത്രീ ഗേറ്റിൻ്റെ അവിടേക്ക് പോകും. അവൾ ആ താക്കോലിട്ട് ഗേറ്റ് എങ്ങനെയെങ്കിലും തുറക്കാൻ വേണ്ടി നോക്കും. ആ ടൈമിൽ അവിടേക്ക് മറ്റു കുറേ കറുത്തുടുപ്പിട്ട കന്യാസ്ത്രീ വരുന്നതായിട്ടും നമ്മളെ കാണിക്കും. ഇത് കണ്ട് പേടിച്ച കന്യാസ്ത്രീ എങ്ങനെയൊക്കെയോ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കിടക്കും. ആ ടൈമിലാണ് കറുത്തുടുപ്പിട്ട കന്യാസ്ത്രീകൾ വന്ന് ഇവളെ പിടികൂടുന്നത്. ഇവളുടെ കാലിൽ പിടിച്ച് അകത്തേക്ക് വലിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കും. പിന്നീട് കാണിക്കുന്നത് ഈ കന്യാസ്ത്രീയെ ഒരു പെട്ടിയിലടച്ച് കുഴിച്ചിട്ടേക്കുന്നതാണ്. അതായത് ജീവനോടെ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ മൂവിയുടെ ടൈറ്റിൽ കാണിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോയിനെയാണ്. നമ്മുടെ ഹീറോയിനും ഒരു കന്യാസ്ത്രീയാണ്. അവളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇറ്റലിയിലെ തുടക്കം ആ കന്യാസ്ത്രീ ഇറങ്ങി ഓടാൻ നോക്കിയ അതേ കോൺവെൻറ്റിലേക്കാണ് ഹീറോയിനും വന്നത്. അങ്ങനെ ഹീറോയിൻ വണ്ടിയിൽ ആ കോൺവെൻറ്റിലേക്ക് വന്നിറങ്ങും. അതൊരു വലിയ കോൺവെന്റ് ആയിരുന്നു. അവിടെ പ്രായമായതും അല്ലാത്തതുമായ കുറേ കന്യാസ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ ആ കോൺവെന്റിനകത്തേക്ക് വരും. ആ ടൈമിൽ അവിടെ സുപ്പീരിയർ ആയിട്ടുള്ള കന്യാസ്ത്രീ ഹീറോയിനെ വെൽക്കം ചെയ്യും. പുള്ളിക്കാരി ഹീറോയിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇതൊന്നും പിടികിട്ടുന്നുമില്ലായിരുന്നു. കാരണം പുള്ളിക്കാരി ഇറ്റാലിയനിലായിരുന്നു പറഞ്ഞത്. ആ ടൈമിൽ പുള്ളിക്കാരിയുടെ അടുത്ത് കാതറിൻ എന്ന മറ്റൊരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. സുപ്പീരിയർ പറയുന്ന കാര്യങ്ങളെല്ലാം കാതറിൻ ഹീറോയിന് തർജിമയും ചെയ്തു കൊടുക്കും. പിന്നീട് കാതറിൻ ആ കോൺവെന്റിലെ ഹീറോയിൻ്റെ റൂമിലേക്ക് അവളെ കൊണ്ടുപോകും. കാതറിന് ഹീറോയിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പോകുന്ന വഴി അവിടെ നല്ല പ്രായമുള്ള ആളുകളെ കാണും. ഇത് കണ്ട ഹീറോയിൻ ഇത്രയും പ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. കാതറിൻ പറയും ഇവരെല്ലാം ചെറുപ്പത്തിലേ ഇവിടെ വന്നതാണ്, ചെറുപ്പം തൊട്ട് ഇവരിവിടെ ഉണ്ടെന്ന്. ഇത് കേട്ട ഹീറോയിനൊന്നും പിടികിട്ടില്ല. കാതറിൻ പറയും അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. രണ്ടുപേരും നടന്നു പോകുന്ന വഴി അവിടെ വട്ടുള്ളൊരു കന്യാസ്ത്രീയെ കാണും. പുള്ളിക്കാരിയെ കണ്ട് ഹീറോയിൻ ചെറുതായിട്ടൊന്ന് പേടിക്കുകയും ചെയ്യും. പിന്നീട് ഹീറോയിൻ്റെ റൂമിലേക്ക് പോകും. അങ്ങനെ റൂമിലെത്തുമ്പോൾ വീണ്ടും കാതറിൻ ഹീറോയിനോട് പറയും ഇവിടെ കാണുന്നതെല്ലാം നിനക്ക് നോർമലായി തോന്നും, പക്ഷേ പതിയെ പതിയെ ഇവിടം നിങ്ങൾക്ക് മടുത്തു തുടങ്ങുമെന്ന്. അതുകൊണ്ട് തന്നെ ശരിക്കും ആലോചിച്ച ശേഷം നീ ഒരു ഡിസിഷൻ എടുത്താൽ മതിയെന്ന് ഹീറോയിനോട് കാതറിൻ പറയും. അങ്ങനെ കാതറിൻ പോയ ശേഷം ഹീറോയിൻ്റെ റൂമിലേക്ക് മറ്റൊരു കന്യാസ്ത്രീ വരും. ഇവളുടെ പേരാണ് ജൂലിയ. അകത്തേക്ക് വന്ന ജൂലിയ ഹീറോയിനുമായിട്ട് സംസാരിക്കും. ആ ടൈമിൽ ജൂലിയ ചോദിക്കും നീ എന്തിനാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇത് കേട്ട ഹീറോയിൻ ഇവിടെയുള്ള ഫാദറായ ഫെർണാണ്ടോ ആണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നും പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പം ഹീറോയിൻ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ കുറേ ചടങ്ങുകളുണ്ടായിരുന്നു. ഹീറോയിൻ പ്രേ ചെയ്യാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ പള്ളിയിലേക്ക് വരുമ്പം അവിടെയുള്ള ഫാദർ ഹീറോയിനെ വെൽക്കം ചെയ്യും. ഈ ഫാദറാണ് ഹീറോയിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ഫെർണാണ്ടോ എന്ന ഫാദർ. അങ്ങനെ ഹീറോയിനകത്തേക്ക് വന്ന ശേഷം പള്ളിയുടെ അകത്ത് അവിടെയുള്ള സീനിയർ ഫാദറും ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിന് വേണ്ട പ്രേയറും കാര്യങ്ങളും എല്ലാം കഴിയും. ഇതെല്ലാം കഴിയുമ്പം എല്ലാവരും ഫുഡ് കഴിക്കാനായും തുടങ്ങും. ആ ടൈമിൽ ഫെർണാണ്ടോ ഹീറോയിനുമായി സംസാരിക്കുകയും ചെയ്യും. ഫെർണാണ്ടോ പറയും അവൻ ഈ ഫീൽഡ് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അവന് ഡോക്ടറും ബയോളജിയും ഒക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ പെട്ടെന്ന് ദൈവവിളി വന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്. അതോടൊപ്പം തന്നെ നിനക്കും എന്തെങ്കിലുമൊക്കെ കഥ കാണുമല്ലോ എന്ന് ഫെർണാണ്ടോ ചോദിക്കും. ഇത് കേട്ട ഹീറോയിൻ എനിക്കും കഥയുണ്ടെന്ന് പറഞ്ഞ് അവളുടെ കഥ പറയാനായി തുടങ്ങും. പണ്ട് ഹീറോയിനെ 7 വയസ്സുള്ള ടൈമിൽ അവൾ മഞ്ഞിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ ടൈമിലാണ് പെട്ടെന്ന് അവിടെയുള്ള ഐസ് പൊട്ടി ഹീറോയിൻ വെള്ളത്തിലേക്ക് വീഴുന്നത്. അവിടെ ലോക്കായി പോവുകയും അവൾക്ക് ശ്വാസം മുട്ടി ഹീറോയിൻ അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യും. പിന്നീട് കുറച്ച് കഴിയുമ്പം ഹീറോയിന് വീണ്ടും ജീവൻ വെക്കും. അങ്ങനെ ഹീറോയിന് ജീവൻ കൊടുത്ത ദൈവത്തിന് ഹീറോയിൻ്റെ ലൈഫ് ദൈവത്തിന് കൊടുക്കാമെന്നും അവൾ ഓർക്കും. അങ്ങനെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൾ ഫെർണാണ്ടോയോട് പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ രാത്രി കിടക്കാനായി പോകും. ആ ടൈമിലാണ് ഹീറോയിൻ എന്തോ ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ റൂമിൽ നിന്നിറങ്ങി പള്ളിയുടെ അടുത്തേക്ക് പോകും. കാരണം ഹീറോയിൻ മുമ്പ് പ്രേ ചെയ്ത പള്ളിയിലായിരുന്നു ഈ ശബ്ദം കേട്ടത്. ആ ടൈമിലാണ് ഹീറോയിൻ പള്ളിയുടെ അകത്ത് ഒരു ബേസ്മെന്റ് കാണുന്നത്. ഹീറോയിൻ ആ ബേസ്മെന്റ് തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്യും. അവിടെ മറ്റൊരു മുറി ഉണ്ടായിരുന്നു. അവിടെ ഏതോ ഒരു മദർ കിടക്കുന്നതായിട്ടും ഹീറോയിൻ കാണും. അടുത്തേക്ക് പോയ ഹീറോയിൻ പുള്ളിക്കാരിയെ തൊടും. ആ മദർ നോക്കുമ്പോഴോ പുള്ളിക്കാരിക്ക് മുഖമില്ലായിരുന്നു.
തൊലിയെല്ലാം പോയി എന്തോ റെഡ് കളറിലായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ശരിക്കും പേടിക്കും. ആ ടൈമിൽ തന്നെ സുപ്പീരിയർ അങ്ങോട്ടേക്ക് വന്ന് ഹീറോയിനെ തൊടും. പെട്ടെന്ന് ഹീറോയിൻ ഞെട്ടിപ്പോവുകയും ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഹീറോയിൻ മദറിനോട് ചോദിക്കും. ഇത് കേട്ട പുള്ളിക്കാരി അവിടേക്ക് പോയി ഒരു പെട്ടി തുറന്ന് അതിൽ നിന്നൊരു ആണിയെടുത്ത് ഹീറോയിനെ കാണിക്കും. ഈ ആണി യേശുവിനെ പണ്ട് കുരിശിൽ തറച്ചതാണെന്നും യേശു അന്ന് നല്ല വേദന നമുക്ക് വേണ്ടി അനുഭവിച്ചെന്നും അതുകൊണ്ട് തന്നെ നമ്മളും ആ വേദന അനുഭവിക്കണമെന്നും പുള്ളിക്കാരി ഹീറോയിനോട് പറയും. എന്നിട്ട് ആ മദർ പുള്ളിക്കാരിയുടെ കൈ ഹീറോയിനെ കാണിച്ചു കൊടുക്കും. അതായത് ആണിയെടുത്ത് പുള്ളിക്കാരി സ്വയം കുത്തി എന്നർത്ഥം. അതായത് അതുപോലെ തന്നെ ഹീറോയിനും ആണിയെടുത്ത് കയ്യിൽ കുത്തണമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയിന്റെ തല കറങ്ങി അവളുടെ ബോധം പോവുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിൻ ആ സീനിയർ ഫാദറിൻ്റെ അടുത്ത് കൺഫെഷൻ നടത്താൻ പോകുന്നതാണ്. കൺഫെഷൻ നടക്കുന്ന ടൈമിൽ ഫാദർ ഒന്നും മിണ്ടില്ല. ഹീറോയിൻ ഇത് നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ പുറകിലൊരു കൈ വന്ന് ഹീറോയിനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ടു പോകുന്നത്. വലിച്ചുകൊണ്ടുപോയ ശേഷം കുറെ കന്യാസ്ത്രീകൾ അങ്ങോട്ടേക്ക് വരികയും ഹീറോയിന്റെ വായെല്ലാം പിടിച്ചു വലിക്കുകയും ചെയ്യും. ആ ടൈമിൽ തന്നെ സുപ്പീരിയർ മദർ അങ്ങോട്ടേക്ക് വന്ന് ആ ആണിയെടുത്ത് ഹീറോയിനെ കുത്തുകയും ചെയ്യും. പെട്ടെന്നാണ് ഹീറോയിൻ ഞെട്ടി എഴുന്നേക്കുന്നത്. കാരണം ഇതെല്ലാം ഹീറോയിന് സ്വപ്നമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോയിനും ജൂലിയയ്ക്കും അതോടൊപ്പം തന്നെ അവിടെ പുതിയതായിട്ട് വന്ന മറ്റ് കന്യാസ്ത്രീമാർക്കും കാതറിൻ ക്ലാസ് എടുത്തു കൊടുക്കും. അതായത് അവിടെയുള്ള ചിട്ടവട്ടങ്ങളെല്ലാം കാതറിൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങുന്ന ടൈമിലാണ് ഹീറോയിൻ ഇവിടെ വന്ന ടൈമിലുള്ള ആ ഭ്രാന്ത് പിടിച്ച മദർ അങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാരി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഹീറോയിന്റെ കുറച്ചു മുടി കട്ട് ചെയ്തെടുക്കും. പക്ഷെ ആ മദറിന് എന്തോ മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പിടികിട്ടിയ ഹീറോയിൻ മദറിനെ പുള്ളിക്കാരിയുടെ റൂമിലേക്ക് കൊണ്ടുവിടും. ആ ടൈമിലാണ് പുള്ളിക്കാരിയുടെ കാൽപാദത്തിൽ എന്തോ മാർക്കുള്ളതായിട്ട് ഹീറോയിൻ കാണുന്നത്. അതായത് ക്രോസ് മാർക്ക് ഉള്ളതായിട്ട് ഹീറോയിൻ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനും കാതറിനും കുളിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ പെട്ടെന്ന് ഹീറോയിൻ ഛർദ്ദിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഫുഡിന്റെ പ്രശ്നമായിരിക്കുമെന്നോർത്ത ഹീറോയിൻ അവളുടെ ബ്ലഡും യൂറിനും അവിടെയുള്ള ഡോക്ടറിന് കൊടുക്കും. അവരുടെ ആ കോൺവെന്റിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി എല്ലാം ചെക്ക് ചെയ്യും. പിന്നീട് അവിടെയുള്ള സീനിയർ ഫാദറും മദർ സുപ്പീരിയറും ഫെർണാണ്ടോയും ഡോക്ടറും എല്ലാവരും കൂടി ഹീറോയിനെ അവിടേക്ക് വിളിക്കും. എല്ലാവരും ഹീറോയിനെ കുറച്ച് ചോദ്യം ചെയ്യും. അതായത് ഹീറോയിൻ പണ്ട് ആരെങ്കിലുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ എന്നും ഹീറോയിൻ ഒരു വെറിച്ചിനാണോ എന്നും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്നും. ഇതൊക്കെ കേട്ട ഹീറോയിൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും പറയും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഹീറോയിൻ ഒന്നും പിടികിട്ടുന്നില്ലായിരുന്നു. ആ ടൈമിലാണ് അവർ പറയുന്നത് ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേട്ട ഹീറോയിൻ ശരിക്കും ഷോക്കായി പോകും. കാരണം അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഹീറോയിൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കൊണ്ടും അവർക്കെല്ലാവർക്കും ഡൗട്ട് അടിക്കും. അവിടെയുള്ള ഡോക്ടർ ഹീറോയിന്റെ വയറ് സ്കാൻ ചെയ്ത് നോക്കും. ആ ടൈമിൽ എല്ലാവരും ഷോക്കായി പോകും. കാരണം ഹീറോയിന്റെ വയറ്റിൽ ഒരു കുട്ടി വളർന്നു വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട അവിടെയുള്ള സീനിയർ ഫാദർ പറയും ഇനി യേശു റീബർത്ത് ചെയ്യാൻ പോകുന്നത് ഇവളുടെ വയറ്റിലൂടെ ആയിരിക്കുമോ എന്ന്. കാരണം വെറിച്ചിനാണെന്നുള്ള ഉറപ്പ് ഹീറോയിന് അത്രയ്ക്കുണ്ടായിരുന്നു. വെറിച്ചിനായ ഹീറോയിന് ഒരിക്കലും ഇങ്ങനെ നടക്കുകയുമില്ല. ഇതൊക്കെ കണ്ട ഫെർണാണ്ടോയും മദർ സുപ്പീരിയറും എല്ലാവരും പറയും യേശു റീബർത്ത് ചെയ്യാൻ പോകുന്നത് ഇവളുടെ ഉള്ളിലൂടെ തന്നെയാണെന്ന്. പിന്നീട് എല്ലാവരും ചേർന്ന് ഹീറോയിനെ കോൺവെന്റിലേക്ക് വിടുകയും ചെയ്യും. ഈ ടൈമിൽ ഹീറോയിൻ ഫെർണാണ്ടോയോട് ചോദിക്കും ഇവിടെ ഇത്രയുമൊക്കെ കന്യാസ്ത്രീകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ആ ലക്ക് കിട്ടിയതെന്ന്. ഇത് കേട്ട ഫെർണാണ്ടോ പറയും അത് നീ തന്നെ പണ്ട് പറഞ്ഞില്ലേ പണ്ട് നടന്ന ആ വലിയ അപകടത്തിൽ നിന്ന് നിന്നെ ദൈവം രക്ഷപ്പെടുത്തിയെന്ന്. അതെല്ലാം ഈ മിറാക്കിളിന് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അമേരിക്കയിലുള്ള നീ എന്തിനാണ് ഈ കോൺവെന്റിലേക്ക് തന്നെ വന്നത്? ഇതെല്ലാം ഒരു നിമിത്തമാണെന്ന് ഫെർണാണ്ടോ അവളോട് പറയും. പിന്നീട് അവിടെയുള്ള ആളുകൾക്കെല്ലാം ഹീറോയിനോട് വളരെ ബഹുമാനമായിരുന്നു. ഹീറോയിനെ മാതാവിന്റെ രൂപത്തിലേക്ക് ആക്കുകയും അവളെ അതുപോലെ നോക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ ബാത്ത് ടബിൽ കിടക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഒരു കൈ വന്ന് ഹീറോയിനെ വെള്ളത്തിലേക്ക് മുക്കുന്നത്. അത് വേറെ ആരുമല്ലായിരുന്നു, കാതറിനായിരുന്നു. കാരണം ഹീറോയിൻ ഇതൊക്കെ കിട്ടിയത് കാതറിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം കാതറിന് കിട്ടേണ്ടതാണെന്ന് അവളെ ഹീറോയിനോട് പറയും. ആ ടൈമിൽ തന്നെ ഹീറോയിന്റെ ബഹളം കേട്ട് അവിടെയുള്ള ആളുകളെല്ലാം ഓടി വരും. ഹീറോയിനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തുകയും ചെയ്യും. വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് തന്നെ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചെക്കപ്പ് ചെയ്യണമായിരുന്നു. ഡോക്ടർ ഹീറോയിനെ ചെക്കപ്പ് ചെയ്യുകയും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയും ചെയ്യും. ഈ ടൈമിൽ അങ്ങോട്ടേക്ക് വന്ന ഫെർണാണ്ടോയോട് ഹീറോയിൻ ചോദിക്കും കാതറിന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ഇത് കേട്ട് ഫെർണാണ്ടോ പറയും നിനക്ക് കിട്ടിയ ഈ ലക്കൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അസൂയ കാരണമാണ് അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പിന്നീട് ഹീറോയിൻ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം കോൺവെന്റിലൂടെ നടന്നു പോകും. ആ ടൈമിലാണ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആരോ താഴേക്ക് ചാടുന്നത്. ഇത് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ഹീറോയിനും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴോ അത് വേറെ ആരുമല്ലായിരുന്നു, കാതറിനായിരുന്നു. കാതറിന്റെ ആ ബോഡി കണ്ട് ഹീറോയിൻ നല്ലപോലെ പേടിക്കുകയും ചെയ്യും.
അങ്ങനെ കുറേ ടൈം കഴിഞ്ഞ് കാതറിൻ്റെ ബോഡി അടക്കാനായി തുടങ്ങും. ബോഡി കൊണ്ടുപോകുന്ന ടൈമിൽ ജൂലിയ ഹീറോയിനോട് ചോദിക്കും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് എന്തൊക്കെ ഡൗട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ പെട്ടെന്നൊരു കുട്ടി വയറ്റിലേക്ക് പ്രത്യക്ഷപ്പെടുമോ? ഇത് ശരിക്കും യേശു ഒന്നുമല്ല, ഇതെല്ലാം അവരുടെ കളികളാണ്, ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ടെന്ന് ജൂലിയ അവളോട് പറയും. ഇതൊക്കെ കേട്ട ഹീറോയിനും എന്തൊക്കെയോ ഡൗട്ട് തോന്നും. ഇതെല്ലാം ഓർത്തുകൊണ്ട് വരുന്ന ടൈമിലാണ് ഫെർണാണ്ടോ ഇതെല്ലാം കേൾക്കുന്നത്. എന്താണ് കാര്യമെന്ന് ഫെർണാണ്ടോ ഇവരോട് ചോദിക്കും. ഫെർണാണ്ടോ എല്ലാം കേട്ടുവെന്ന് പിടികിട്ടിയ ജൂലിയാണെങ്കിലോ അവൾക്കുള്ള സംശയമെല്ലാം അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും. ഇതെല്ലാം കേട്ട ഫെർണാണ്ടോയ്ക്ക് നല്ല ദേഷ്യവും വരും. അങ്ങനെ രാത്രി ഹീറോയിൻ ഉറങ്ങാനായി പോകും. പക്ഷേ ഹീറോയിൻ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഹീറോയിൻ്റെ റൂമിലുള്ളൊരു ഫോട്ടോയുടെ ആണി ഇളകി വീഴുന്നത്. ആ ഫോട്ടോയുടെ ബാക്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുതി വെച്ച വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ഹീറോയിൻ ബൈബിൾ എടുത്തു നോക്കും. അതിൻ്റെ അർത്ഥമാണെങ്കിലോ ചെകുത്താന്മാർ മാലാഖമാരുടെ വേഷം കെട്ടി നമ്മുടെ മുമ്പിലേക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടി വരുമെന്നായിരുന്നു. ഇതും കൂടി കേൾക്കുമ്പം ഹീറോയിന് നല്ല പേടിയാകും. അവൾക്ക് നല്ല ഡൗട്ടും അടിക്കും. ഹീറോയിൻ ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി മദർ സുപ്പീരിയറിൻ്റെ റൂമിലേക്ക് പോകും. അവിടെ ചെന്ന് പുള്ളിക്കാരിയുടെ മേശ തുറക്കും. അവിടെയുള്ളൊരു ഫയലിൽ നിന്ന് ഹീറോയിൻ ഒരു പത്രപേപ്പർ കാണും. ആ പത്രത്തിലെ വാർത്തയാണെങ്കിലോ ഹീറോയിന് പണ്ട് നടന്ന അപകടത്തെ പറ്റിയായിരുന്നു. അന്ന് ആ വാർത്ത വലിയൊരു വാർത്തയുമായിരുന്നു. ഇത് കണ്ട ഹീറോയിന് പിടികിട്ടും ഇവളുടെ ഫ്ലാഷ് ബാക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അവരെല്ലാം ഇവളെ വിളിച്ചതെന്ന്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ജൂലി അലറുന്ന ശബ്ദം ഹീറോയിൻ കേൾക്കുന്നത്. ഇത് കേട്ട ഹീറോയിൻ അവിടേക്ക് പോയി നോക്കുകയും ചെയ്യും. അവിടെ ഒരു വലിയ ഡോർ ഉണ്ടായിരുന്നു. ഹീറോയിൻ ആ ഡോറിനകത്തൂടി അകത്തേക്ക് നോക്കുമ്പോഴോ ആ കോൺവെന്റിന്റെ അധികാരികളെല്ലാം ജൂലിയയെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. അതായത് ജൂലിയയുടെ കറക്കുകയായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ നല്ലപോലെ പേടിക്കും. ആ ടൈമിലാണ് ഇവളുടെ പുറകിൽ വന്ന ഒരാൾ തോണ്ടുന്നത്. അത് വേറെ ആരുമല്ലായിരുന്നു, അന്ന് ഹീറോയിൻ്റെ മുടി കട്ട് ചെയ്തുകൊണ്ട് പോയ ആ മദറായിരുന്നു. ആ മുടി ഒരു പാവയുടെ ഷേപ്പിലാക്കുകയും അത് ഹീറോയിന് കൊടുക്കുകയും ചെയ്യും. ഈ ടൈമിൽ ഹീറോയിൻ പറയും അവൾക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. എന്നാൽ ആ മദറാണെങ്കിലോ നിനക്ക് ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹീറോയിനോട് പറയുകയും ചെയ്യും. അങ്ങനെ ഇവിടുന്ന് ഇനി ഒരിക്കലും വെളിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് ഹീറോയിന് പിടികിട്ടും. പിറ്റേ ദിവസം ഹീറോയിൻ റൂമിലിരുന്ന് നിലവിളിച്ച് കാറും. എല്ലാവരും ഓടി വരുമ്പോഴോ ബെഡ് മുഴുവൻ ബ്ലഡ് ആയിരുന്നു. ഈ ബ്ലഡ് കണ്ട എല്ലാവരും പേടിക്കും. ഒന്നാമത് ഹീറോയിന് പ്രഗ്നന്റ് ടൈമും കൂടിയാണല്ലോ. സാധാരണ ഇവിടുന്ന് ആരെയും പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാത്തതാണ്. പക്ഷെ ഒരു വഴിയുമില്ലാതെ ഹീറോയിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഫെർണാണ്ടോ ഹീറോയിനെ എടുത്തുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അവിടുന്ന് യാത്ര തുടങ്ങും. ആ ടൈമിൽ തന്നെ റൂമിലെ ബ്ലഡ് എല്ലാം കണ്ട് മദർ സുപ്പീരിയർ നല്ല വിഷമത്തിലായിരുന്നു. പുള്ളിക്കാരിയെ ബെഡ്ഷീറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിലാണ് കട്ടിലിനിടയിൽ ഒരു കോഴി കിടക്കുന്നത് പുള്ളിക്കാരി കാണുന്നത്. അതായത് ആ ബ്ലഡ് എല്ലാം കോഴിയുടേതായിരുന്നു. ഹീറോയിൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നടത്തിയൊരു പണിയായിരുന്നു അത്. അങ്ങനെ ഇതറിഞ്ഞ മദർ അപ്പം തന്നെ ഫെർണാണ്ടോയെ വിളിക്കും. ഫെർണാണ്ടോ കോൾ എടുക്കുമ്പോഴോ മദർ കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാം പിടികിട്ടിയ ഫെർണാണ്ടോ വണ്ടി നിർത്താൻ വേണ്ടി ഡ്രൈവറിനോട് പറയും. ഫെർണാണ്ടോയ്ക്കെല്ലാം പിടികിട്ടിയെന്ന് ഹീറോയിന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് വണ്ടിയുടെ ഡോറും തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. ഹീറോയിൻ കുറെ ഓടും, പക്ഷെ വലിയ വേഗതയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെർണാണ്ടോയും പുറകെ ഓടി ഹീറോയിനെ അവിടെ വെച്ച് പിടികൂടും. ഹീറോയിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കോൺവെന്റിലേക്ക് കൊണ്ടുവരും. കോൺവെന്റിലെ ആ ബേസ്മെന്റിലെ റൂമിലേക്ക് ഹീറോയിനെ കൊണ്ടുവരും. അവിടെ ഒരു ചെയറിൽ ഹീറോയിനെ കെട്ടിയിടുകയും ചെയ്യും. എന്നിട്ട് ഫെർണാണ്ടോ അന്ന് മദർ ഹീറോയിനെ കാണിച്ച ആ ആണി എടുത്ത് കാണിക്കും. അതായത് പണ്ട് യേശുവിൻ്റെ തറച്ച ആണി. അത് കാണിച്ചിട്ട് ഫെർണാണ്ടോ ഹീറോയിനോട് പറയും ഇത് വെറും ഒരു ആണിയല്ല, ഈ ആണിയുടെ അകത്ത് യേശുവിൻ്റെ ബ്ലഡും DNA ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉപയോഗിച്ച് പുതിയൊരു യേശുവിനെയാണ് നിന്റെ വയറ്റിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് ഫെർണാണ്ടോ അവളോട് പറയും. ഇതൊക്കെ കേട്ട ഹീറോയിൻ ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്കെല്ലാം വട്ടാണ് എന്ന്. ഇത് കേട്ട ഫെർണാണ്ടോ ഇത് വട്ടൊന്നുമല്ലെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ലാബിലേക്ക് പോകും. അതായത് അവിടെയുള്ള ഫെർണാണ്ടോയുടെ ലാബിലേക്ക് പോകും. ലാബിലേക്ക് കയറുമ്പോഴോ അവിടെയുള്ള കുപ്പിയുടെ അകത്ത് കുറെ കുട്ടികളെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറെ ചത്ത കുട്ടികളെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോയിന് പിടികിട്ടും അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല നടത്തുന്നത്. ഇവിടെ വന്ന പല കന്യാസ്ത്രീകളുടെ മേലെയും ഇത് പരീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഹീറോയിന് പിടികിട്ടും. പക്ഷെ അതെല്ലാം മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഹീറോയിൻ്റെ മേത്ത് മാത്രമാണ് അത് വർക്കായത്. ഇതെല്ലാം പറഞ്ഞ ഹീറോയിൻ അവളെ അവിടെ നിന്ന് വിടാൻ പറഞ്ഞ് കുറേ കാറും. പക്ഷേ ഫെർണാണ്ടോ ആണെങ്കിലോ ഒരു ക്രോസ് ചൂടാക്കിയ ശേഷം ഹീറോയിൻ്റെ കാലിലേക്ക് വെക്കും. കാലിലേക്ക് വെച്ച് ഹീറോയിൻ്റെ കാല് പൊള്ളിക്കും. ഇതുപോലെ പണ്ട് പൊള്ളിച്ചൊരു പാടാണ് അന്ന് ഹീറോയിൻ ആ ഭ്രാന്തുള്ള കന്യാസ്ത്രീയെ കൊണ്ടുവിടാൻ നേരം കണ്ടത്. ഹീറോയിൻ ഒട്ടും നടക്കാതിരിക്കാൻ വേണ്ടി ഫെർണാണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നീട് ഹീറോയിനെ അവളെ റൂമിലേക്ക് കൊണ്ടുവിടുകയും ചെയ്യും. റൂമിനകത്ത് നിന്ന് ഹീറോയിൻ കുറെ അലറും. അവളെ പുറത്തേക്ക് വിടാൻ പറഞ്ഞ് ഹീറോയിൻ കുറെ കാറും. കാറി അവളുടെ ബോധം പോവുകയും ചെയ്യും.
ഹീറോയിൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ബോധം പോയതുകൊണ്ട് അവിടെയുള്ള ഡോക്ടർ മദറും അങ്ങോട്ടേക്ക് വരും. ഡോക്ടർ ഇവളെ ചെക്കപ്പ് ചെയ്ത ശേഷം ഇവൾക്ക് ഡെലിവറി അടുത്തു എന്നുള്ള കാര്യം മദറിനോട് പറയും. അതുകൊണ്ട് തന്നെ ഹീറോയിനെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയിനെ മദറിനെ ഏൽപ്പിച്ച ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകും. അങ്ങനെ ഹീറോയിനും മദറും മാത്രമാകും റൂമിൽ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ടൈം ആയെന്ന് ഹീറോയിന് പിടികിട്ടും. ഹീറോയിൻ അവിടെയുള്ളൊരു ക്രോസ് എടുത്ത് മദറിൻ്റെ തലയിലടിക്കും. പിന്നീട് പുള്ളിക്കാരിയെ അടിച്ചടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഹീറോയിൻ ആ റൂമിൽ നിന്ന് ഇറങ്ങും. ആ ടൈമിലാണ് അവൾ അവിടെയുള്ള സീനിയർ ഫാദറിനെ കാണുന്നത്. ഇത് കണ്ട ഹീറോയിൻ ഒന്നും നോക്കിയില്ല. പുറകിൽ ചെന്ന് ഫാദറിൻ്റെ കഴുത്തിലൂടെ കയറിട്ട് പുള്ളിയെ ശ്വാസം മുടിച്ചു കൊല്ലും. അങ്ങനെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം ഹീറോയിൻ ലാബിലേക്ക് പോകാനായി തുടങ്ങും. ആ ടൈമിലാണ് ഹീറോയിന് പ്രഗ്നന്റ് പെയിൻ വന്നത്. പക്ഷേ ഹീറോയിൻ അതൊന്നും കാര്യമാക്കാതെ വേദന എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ലാബിലേക്ക് പോകും. മുമ്പ് ഹീറോയിനെ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ആണി ഫെർണാണ്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ലാബിലേക്ക് കയറുമ്പം ആദ്യം തന്നെ ആണി എടുക്കും. അതിനുശേഷം കുറച്ച് മണ്ണെണ്ണ എടുത്ത് അവൾ ആ ലാബ് മുഴുവൻ ഒഴിക്കും. ഹീറോയിൻ ആ ലാബ് കത്തിക്കാനായി നോക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഫെർണാണ്ടോ വരുന്നത്. നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അവൻ അവളോട് പറയും. ഇത് കേട്ട ഹീറോയിൻ നീ ഇനി ഒരിക്കലും ഈ പരീക്ഷണം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് തീ ഇടാനായി തുടങ്ങും. പക്ഷേ ഫെർണാണ്ടോ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കും. ഹീറോയിനെ പിടികൂടിയത് കൊണ്ട് തന്നെ അവിടെയുള്ളൊരു ബോട്ടിലെടുത്ത് ഹീറോയിൻ ഫെർണാണ്ടോയുടെ തലയ്ക്കടിക്കും. എങ്ങനെയൊക്കെയോ ആ ലാബിൽ നിന്ന് അവൾ പുറത്തേക്ക് രക്ഷപ്പെട്ട അവളെ കഥക് അടയ്ക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ ആ കഥകിനിടയിലൂടെ ഫെർണാണ്ടോ അവളെ പിടികൂടും. അവിടെ ലോക്കായിപ്പോയ ഹീറോയിൻ പുറത്തേക്ക് വന്ന മണ്ണെണ്ണയിലേക്ക് അവളുടെ കയ്യിലുള്ള തീയിടും. അതുകൊണ്ട് തന്നെ തീ അകത്തേക്ക് പിടിച്ച് ആ ലാബ് മുഴുവൻ കത്തിപ്പോകും. ഫെർണാണ്ടോയ്ക്കും തീ പിടിക്കുകയും ചെയ്യും. അങ്ങനെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഹീറോയിൻ ഓർക്കും. ആ ടൈമിലാണ് ഫെർണാണ്ടോ കഥകും പൊളിച്ചു വരുന്നത്. കാരണം ഫെർണാണ്ടോ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഹീറോയിൻ അവിടുന്ന് താഴേക്ക് ഒരു ഗുഹയിലേക്ക് ഓടും. ഗുഹയുടെ അകത്തുകൂടി അവൾ കുറെ ഓടും. പുറത്ത് പോയി അവൾ ഒളിച്ചിരിക്കുകയും ചെയ്യും. ആ ടൈമിൽ ഹീറോയിൻ ടോർച്ച് അടിക്കുമ്പോഴാണ് അവിടെ ജൂലിയയുടെ ബോഡി കാണുന്നത്. ഇത് കണ്ട് ഹീറോയിൻ ശരിക്കും പേടിക്കും. കാരണം ആ ബോഡി അഴുകി പോയിട്ടുണ്ടായിരുന്നു. ജൂലിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവളെ ഫെർണാണ്ടോയും ആളുകളും കൊലപ്പെടുത്തിയതായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ ഹീറോയിൻ കുറെ ഓടും. ആ ടൈമിലാണ് ഹീറോയിൻ പുറത്തേക്കുള്ളൊരു ഹോള് കാണുന്നത്. ഹീറോയിൻ ആ ഹോളിനകത്തേക്ക് കയറി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷെ ആ ടൈമിൽ ഫെർണാണ്ടോ അവിടേക്ക് വന്ന് അവളുടെ കാലിൽ പിടിച്ച് വലിക്കും. വീണ്ടും ഹീറോയിനെ ആ ഗുഹയുടെ അകത്തേക്ക് ഇടും. ഫെർണാണ്ടോയുടെ മുഖം മുഴുവൻ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഹീറോയിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഫെർണാണ്ടോ തുടങ്ങും. പക്ഷെ അതിനു മുമ്പ് ഫെർണാണ്ടോയ്ക്ക് ആ കുട്ടിയെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ വയറ് കീറി ആ കുട്ടിയെ പുറത്തെടുക്കാൻ വേണ്ടി ഫെർണാണ്ടോ നോക്കും. ആ ടൈമിലാണ് യേശുവിനെ തറച്ച ആണി ഹീറോയിൻ കയ്യിലെടുത്ത് ഫെർണാണ്ടോയുടെ കഴുത്തിൽ കുത്തുന്നത്. അവിടെ തന്നെ ഫെർണാണ്ടോ മരണപ്പെടുകയും ചെയ്യും. പിന്നീട് ഹീറോയിൻ ആ ഹോൾ വഴി എങ്ങനെയൊക്കെ പുറത്തേക്കിറങ്ങിയ ഹീറോയിൻ വേദന കാരണം ആ കുട്ടിയെ പ്രസവിക്കും. നോക്കുമ്പോഴോ ആ കുട്ടിയെ കണ്ട ഹീറോയിൻ ഞെട്ടിപ്പോകും. കാരണം അത് ദൈവത്തിൻ്റെ അല്ല, ചെകുത്താൻ്റെ കുട്ടിയായിരുന്നു. ഈ കുട്ടിയെ കണ്ട ഹീറോയിൻ അന്ന് ഭിത്തിയിൽ എഴുതി വെച്ച ആ വാചകം ഓർക്കും. അതായത് ചെകുത്താന്മാർ മാലാകന്മാരുടെ രൂപത്തിലും വരുമെന്ന്. ഇത് പിടികിട്ടിയ ഹീറോയിൻ അവിടെയുള്ളൊരു കല്ലെടുത്ത് ആ കുട്ടിയുടെ മേത്തേക്കിടും. ആ കുട്ടിയെ കൊലപ്പെടുത്തും. പിന്നീട് ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇതോടെ ഈ മൂവിയും തീരും.